സ്ഥിരമായിട്ടുള്ള ലിപ്സ്റ്റിക്കിന്റെ യൂസേജ് നിങ്ങളുടെ ചുണ്ടിന്റെ നിറം കറുപ്പാക്കി മാറ്റിയോ? ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന ലെഡും ഹെവി കെമിക്കൽസും ഉണ്ടാക്കുന്ന ഈ ഡാർക്ക്നെസ് മാറ്റാൻ സിമ്പിൾ ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള 3 ടിപ്സ് പറഞ്ഞുതരാം. 1. ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ ഡൈസും ഫ്രാഗ്രൻസും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചുണ്ടിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഇത് പരിഹരിക്കാനായിട്ട് നമ്മുടെ ബോഡി തന്നെ എക്സസീവ് ആയിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ചുണ്ട് കറുപ്പ് നിറമായിട്ട് മാറുന്നത്. ഇതിന് സിമ്പിൾ ആയിട്ട് ഒരു ലിപ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് മഞ്ചിഷ്ട പൗഡറിലേക്ക് നെയ്യും കൂടെ ചാലിച്ച് ലിപ്പിൽ ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. മഞ്ചിഷ്ട എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഔഷധമാണ്. ഇതിൽ നെയ്യും കൂടെ വരുമ്പോൾ ചുണ്ടിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടുകയും അത് പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. 2. ലിപ്സ്റ്റിക്കുകൾ ഇടുമ്പോൾ മാത്രമല്ല അത് നമ്മൾ ഹാർഷായിട്ട് റബ്ബ് ചെയ്ത് കളയുമ്പം കൂടിയാണ് ലിപ്പ് കൂടുതലായിട്ട് ഡാമേജ് ചെയ്യുന്നത്. ഇത് പരിഹരിക്കാനായിട്ട് കെമിക്കൽ റിമൂവറുകൾക്ക് പകരം 2-3 തുള്ളി ആവണക്കെണ്ണ ചുണ്ടിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു കോട്ടൺ വെച്ച് റബ്ബ് ചെയ്ത് കളയാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് ചുണ്ടിനെ ഡാമേജ് ആക്കാണ്ട് തന്നെ ഈസി ആയിട്ട് ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചുണ്ടിൽ രക്തയോട്ടം കൂടിയിട്ട് ഒരു പ്ലംപിംഗ് എഫക്റ്റ് കൂടെ കിട്ടും. 3. ലിപ്സ്റ്റിക് ഇടുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നായിട്ട് ഒരു പ്രൈമർ പോലെ ശതദൗതകൃതം എന്ന ആയുർവേദിക് മെഡിസിൻ നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. ഇതെല്ലാ ആയുർവേദിക് ഷോപ്സിലും അവൈലബിൾ ആണ്. ഒരു അല്പം എടുത്തിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന ഹാംഫുൾ കെമിക്കൽസ് ചുണ്ടിലേക്ക് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനും ലിപ്സ്റ്റിക്കിന് നല്ലൊരു ഫിനിഷിംഗ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ലിപ്സ്റ്റിക് യൂസ് ചെയ്യേണ്ടതല്ല, പക്ഷെ ചുണ്ടിന്റെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വലിയ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ, അവർക്കും കൂടെ ഇൻഫോർമേറ്റീവ് ആവട്ടെ.